ബരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത പോലെ ഈ ആഴ്ചയും സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത്. കാരണം പല ആളുകളും ചോദിക്കുന്ന, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ചോദിക്കുന്ന, രക്ഷയെക്കുറിച്ച് ചോദിക്കുന്ന, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്ന അനേകം സംശയങ്ങൾക്കൊരു മറുപടി എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും എൻ്റെ കൂടെ ബ്രദർ ജിജോ ഉണ്ട്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. പല ചോദ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ, പല ആളുകളെ റെപ്രസെൻ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളിലേക്ക് കർത്താവിൻ്റെ ആത്മാവിൽ നമുക്ക് ധ്യാനാത്മകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. രക്ഷയുടെ കാര്യത്തിൽ ഇന്ന് സഭാവിഭാഗങ്ങളുടെ ഇടയിൽ പല ആശയക്കുഴപ്പങ്ങളുമുണ്ട്. ചിലർ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുന്നു. ചിലർ നമുക്ക് കിട്ടിയ രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പഠിപ്പിക്കുന്നു. ചിലർ പറയുന്നു രക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദൈവം നമുക്ക് തന്ന രക്ഷ നഷ്ടപ്പെടുമോ? പെടുമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല, പോകാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ ദൈവവചനത്തിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അറിഞ്ഞാൽ കൊള്ളാം. ഇത് എന്നോടും പലരും പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിൽ ഇപ്പോൾ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിനെതിരെയുള്ള ഏറ്റവും വലിയൊരു ചോദ്യം കൂടിയാണ്. ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. രക്ഷ നഷ്ടപ്പെട്ടു പോകും. രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നോ പോകുന്നില്ല എന്നോ ഡയറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപദേശപരമായിട്ടല്ല ബൈബിൾ, അതായത് തിയോളജിക്കലായിട്ടല്ല ബൈബിൾ പ്രശ്നങ്ങളെ പഠിക്കുന്നത്, വെളിപ്പാടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാൽവിനിസ്റ്റുകാർ പറയുന്നു രക്ഷ നഷ്ടപ്പെട്ടു പോകില്ല, അർമീനിയൻസ് പറയുന്നു രക്ഷ നഷ്ടപ്പെട്ടു പോകും, നമ്മൾ കളഞ്ഞാൽ പോകും. ഓക്കെ, അതേസമയത്ത് പെലേജിയൻസ് പറയുന്നു നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ പോകും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം തർക്കവിഷയം ഉണ്ടാകാനുള്ള കാരണം ഇതെല്ലാം തിയോളജൈസ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇത് ഈ ഈസമാണ്, ആ ഈസമാണ്. പക്ഷേ വേദപുസ്തകം രക്ഷയെക്കുറിച്ച് പറയുന്നത് ഒരു വാഗ്ദത്തമായിട്ടാണ്. കർത്താവ് പറയുന്നൊരു വാഗ്ദത്തമാണ്, എബ്രഹാമിന് കൊടുത്ത പോലൊരു വാഗ്ദത്തം. ഈ വാഗ്ദത്തം ദൈവം കൊടുത്തതുകൊണ്ട് അത് അഴിഞ്ഞു പോകുമെന്നല്ല, അത് അഴിഞ്ഞു പോകില്ല എന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. അതാണ് അവൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം അവന് കൊടുത്ത വാഗ്ദത്തത്തിന്മേലാണ്. അപ്പോൾ ഈ വാഗ്ദത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ വിശ്വസിക്കുമ്പം ഒരു മനുഷ്യൻ അവൻ്റെ പ്രത്യാശ മുറുകെ പിടിക്കണമെന്നും ആ പ്രത്യാശയാലാണ് അവൾ രക്ഷിക്കപ്പെടുന്നതെന്നും വേദപുസ്തകം പറയുന്നു. ആ പ്രത്യാശ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഒരു പുൽപ്പിറ്റിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുമ്പം ഈ പ്രത്യാശ അബലപ്പെടുത്തുന്ന രീതിയിൽ ആകരുത്, പ്രത്യാശ വർദ്ധിക്കുന്ന രീതിയിലാണ്. അതായത് വീണ്ടും വീണ്ടും എബ്രഹാമിനെ പോലെ നമ്മൾ നിസ്സഹായരാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ നമുക്ക് തന്നെ കഴിവില്ല. അപ്പോൾ എന്നാലും നമ്മൾ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നു, എബ്രഹാം വിശ്വസിച്ച പോലെ വിശ്വസിക്കുന്നു, ഞങ്ങളപ്പുറത്തില്ല. കാരണം ഒരു വാഗ്ദത്തമാണ്. അപ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്തി കഴിഞ്ഞാലുള്ള പ്രോബ്ലം സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നമ്മുടെ കണ്ണ് പറയുകയും നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാൻ വളരെ അസ്ഥിരനായിട്ട് മാറും. കാരണം വാഗ്ദത്തത്തിൽ എൻ്റെ കണ്ണ് പറിച്ചു കളഞ്ഞ് തിയോളജിയാണ് അത് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഫിലോസഫിയാണ് മിക്കവാറും എല്ലാം വേദശാസ്ത്രത്തിൻ്റെയും പുറകെ കിടക്കുന്നത്. അപ്പോൾ അവൻ ചിന്തിക്കുമ്പം ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നവന് വളരെ ദൂരെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവനെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവനാകെ നോക്കുന്ന അവനിലേക്ക് തന്നെയാണ്. അവനിലേക്ക് നോക്കുമ്പം രണ്ട് തരത്തിൽ നോക്കാം. ഒന്നുകിൽ ഞാനെല്ലാം ഒരുമാതിരിയൊക്കെ ഡീസൻ്റായിട്ട് ഒരാളാണ്, സ്വർഗത്തിൽ പോകും എന്ന ധൈര്യത്തോടെ നോക്കാം അവനവനിലേക്ക് നോക്കുമ്പോൾ. അതല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല, എൻ്റെ കാര്യം ശരിയല്ല എന്ന് കുറ്റബോധത്തോടെ നോക്കാം. അപ്പോൾ ചിലർ വളരെ നിരാശരും വേറെ ചിലർ അമിത ആത്മവിശ്വാസമുള്ളവരായിട്ട് കാണപ്പെടുന്നതിൻ്റെ കാരണം ഈ രക്ഷയുടെ വാഗ്ദത്തത്തിന് പകരം അവരവരിലേക്ക് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് എനിക്ക് തന്ന വാഗ്ദത്തം ഞാൻ എന്നെ നോക്കിയിട്ടല്ല, കർത്താവിൻ്റെ കൃപയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായതുകൊണ്ട് ആ വാഗ്ദത്തത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്നും ആ പ്രത്യാശയുടെ സ്വീകാരം ഞാൻ മരിക്കുന്നവരെയും അത് യെസ് എന്ന് തന്നെയാണ് എൻ്റെ ഉള്ളം പറയേണ്ടത് എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും ദൈവം തന്ന വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ എബ്രഹാം അവനിലേക്ക് നോക്കി എന്തെങ്കിലും നന്മ കണ്ടിരുന്നോ, അതോ വാഗ്ദത്തത്തിലേക്ക് മാത്രമാണോ നോക്കിയത്? അപ്പോൾ നിങ്ങളും ഇന്ന് സ്വർഗത്തിലേക്കുള്ള വാഗ്ദത്തം ദൈവം നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അത് കാൽവിനിസമാണോ അർമീനിയനിസമാണോ എന്നല്ല ചിന്തിക്കേണ്ടത് കർത്താവ് തന്ന വാഗ്ദത്തത്തിലേക്ക് എബ്രഹാം നോക്കിയതുപോലെ സ്വന്തം പ്രയത്നത്തിലേക്കോ സ്വന്തം എലമെൻസിലേക്കോ നോക്കാതെ അത് വാഗ്ദത്തത്തിലേക്ക് മാത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദൈവം അവൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്നതിൽ വിശ്വസ്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്.
ഇന്ന് പലപ്പോഴും പെന്തക്കോസ്ത് ചർച്ചസിലാണെങ്കിൽ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾക്ക് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ നിവർത്തിക്കും ബ്രദറെ. ആ വാഗ്ദത്തങ്ങളെല്ലാം ഈ ലോകത്തെ സംബന്ധിക്കുന്നതാണ്. അതെല്ലാം ഒരു ഭയങ്കര വിശ്വാസമാണ്. എന്നാൽ രക്ഷാകരമായ വാഗ്ദത്തത്തിൽ ഇന്ന് ആളുകൾ വിശ്വസിക്കുന്നില്ല. അതിന് പകരം അവർ സ്വന്തം ചിന്തകൾ, സ്വന്തം പ്രവൃത്തികൾ അവരുടെ രക്ഷ നിർണ്ണയിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കാൽവിനിസ്റ്റോ അർമീനിയനോ ആകരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. ദൈവം നിങ്ങൾക്ക് എന്ത് വാഗ്ദത്തമാണ് രക്ഷയുടെ സമയത്ത് തന്നത്? എഫെസ്യ ലേഖനം 1:17 പറയുന്നു, നമ്മെ അവൻ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ആ ഒരൊറ്റ പ്രത്യാശയിലേക്ക് നമ്മൾ വിളിച്ചേക്കുന്നത്. അതുപോലെ എഫെസ്യർ 4:4. ഓക്കെ, അതുപോലെ അനേക സ്ഥലങ്ങളിൽ അത് കാണുന്നുണ്ട്. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക എന്നുള്ള ദൈവം നമ്മെ വിളിച്ച വിളിയാലുള്ള ആശ എന്ന് പറയുന്നുണ്ട്. ആ വിളിക്കകത്ത് തന്നെ ഒരാശയുണ്ട്. ആശ കൈവിടപ്പെട്ടു പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എപ്പോഴും പ്രത്യാശ വർദ്ധിക്കുമാറ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. നാളെ ഇത് പോകുമല്ലോ, നാളെ ഇത് പോകുമല്ലോ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആശ അസ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. അത് തന്നെയുമല്ല, ദൈവത്തിൻ്റെ കൃപ എന്നുള്ളതിന് പകരം അത് മനുഷ്യൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു മെറിറ്റായിട്ട് ഈ സ്വർഗരാജ്യ പ്രവേശനത്തെ മാറ്റാൻ തെറ്റായ ഉപദേശങ്ങൾക്ക് സാധിക്കും. ഈ കാൽവിനിസത്തിനും അർമീനിയനിസത്തിനും എല്ലാ ഇസങ്ങൾക്കുള്ള ഒരു പ്രോബ്ലം, അവർ ജനങ്ങളെ ഫിലോസഫിക്കലായിട്ട് പലതരത്തിൽ ചിന്തിപ്പിക്കുകയാണ്. ജീവനിലേക്ക് നടത്തത്തില്ല. ജീവനിലേക്ക് നടക്കണമെങ്കിൽ അത് വെളിപ്പാടായിട്ട് വരണം. വെളിപ്പാടായിട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴെന്താണ്, കർത്താവ് എനിക്ക്, ഞാൻ അവൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കും. അതെൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് എനിക്ക് തരുന്നൊരു കൺഫർമേഷനാണ്, ആത്മാവിൻ്റെ അച്ചാരമാണ്, വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വാസിയല്ല. ഇപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ ഉറപ്പ്, ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം, സ്വർഗരാജ്യം എന്ന വാഗ്ദത്തം, നിത്യമായ തേജസ് എന്നുള്ള വാഗ്ദത്തം ഞാൻ വിശ്വസിക്കുന്നതാണ് ശരിക്കും എൻ്റെ ഫെയ്ത്ത്. അത് ഞാൻ അവിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ കാരണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നില്ല. പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ അൺകണ്ടീഷണലാണ്. പുതിയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ മനുഷ്യരെ നോക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് എബ്രഹാം നമുക്ക് പിതാവായിട്ടുണ്ടെന്ന് പറയുന്നത്. അതായത് എബ്രഹാമിൻ്റെ സന്തതികൾ, ആത്മീയ സന്തതികൾ നമ്മൾ പറയാനുള്ള കാരണവും എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്വം അൺകണ്ടീഷണലായിരുന്നു. നീ ഇന്നതൊക്കെ ചെയ്താൽ നിൻ്റെ സന്തതി ഞാൻ വർദ്ധിപ്പിച്ചു തരാമെന്ന് എബ്രഹാമിനോട് പറഞ്ഞില്ല. ഒന്നുമില്ല, നീ വെളിയിലോട്ട് ഇറങ്ങി വാ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ഇതുപോലെ നിൻ്റെ സന്തതി ഞാൻ വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോൾ എബ്രഹാമിനോട് ഒരു കണ്ടീഷനും ഇല്ലാതെയാണ്. അതുപോലെ തന്നെയുള്ള ഫെയ്ത്താണ് നമ്മുടേതെന്നും നമുക്ക് റോമാലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ അൺകണ്ടീഷണലായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ വിശ്വസിക്കാൻ വിളിക്കപ്പെട്ട എല്ലാവർക്കും ബാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ഇളകാതെ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. ഇളകാതെ ഉറച്ചു നിന്ന് അന്ത്യം വരെയും നമ്മൾ പോരാടി ക്രിസ്തുവിൻ്റെ തേജസ് പ്രാപിക്കാൻ നമുക്കിടയാകും. വെൻ യു ആർ അപ്രോച്ചിങ് തിങ്സ് തിയോളജിക്കലി, ഇത് കോൺഫ്ലിക്റ്റിന് മാത്രം വഴി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനല്ലാതെ പ്രയോജനമില്ല. അപ്പം രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഹോപ്പ് ഈ രക്ഷ എന്നേക്കും നിത്യമായിരിക്കും എന്നുള്ളതാണ്. ആ ഹോപ്പ് അവനെ ഡിസപ്പോയിൻ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വാഗ്ദത്തത്തിലാണല്ലോ ഒരു വ്യക്തി വിശ്വസിക്കേണ്ടത്, അതിലാണല്ലോ നമ്മൾ ഉറപ്പിക്കേണ്ടത്. പക്ഷെ സഭകളിൽ മിക്കവാറും ഇങ്ങനെ ആൾ ചിന്തിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദത്തം കിട്ടിയിട്ടുണ്ടോ? എനിക്കൊരു വാഗ്ദത്തം ഉണ്ട് ബ്രദറെ. മിക്കവാറും ഈ വാഗ്ദത്തം ഡിസംബർ 31 രാത്രിയിലും വാഗ്ദത്തം കിട്ടാറുണ്ട്. ഈ വർഷത്തെ വാഗ്ദത്തം നിവർത്തി. ചിലരിങ്ങനെ ചെറിയ കാർഡ്സിൽ ഈ വർഷത്തെ വാഗ്ദത്തമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ആ വാഗ്ദത്തം സ്പെസിഫിക്കായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല, ചിലർക്ക് മാത്രം കിട്ടുന്നു. അപ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഇങ്ങനെ ഏതെങ്കിലും വാക്യങ്ങളെ ബേസ് ചെയ്ത് മാത്രമുള്ള വാഗ്ദത്തമാണോ? പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികൾക്കുമുള്ള വാഗ്ദത്തം ഒന്ന് തന്നെയാണ്. ഏത് വാക്യം എടുത്താലും ആ വാഗ്ദത്തം മാറുന്നില്ല. എനിക്കൊരു വാക്യം കിട്ടിയില്ലെങ്കിലും ഈ വാഗ്ദത്തത്തിന് മാറ്റമില്ല. വാഗ്ദത്തം ഇത്രയേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ തേജസ്സുള്ളവരായി നിങ്ങൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കും. ഈ ഒരു വാഗ്ദത്തം മാത്രമാണ് പുതിയ നിയമത്തിലുള്ളത്. അത് ക്രിസ്തുവിൻ്റെ എല്ലാ ധനവും നമുക്ക് തന്നിരിക്കുന്നു. ക്രിസ്തു തന്നെയാണ് നമ്മുടെ വാഗ്ദത്തം. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ആത്മീക അഭ്യാസങ്ങളും രീതികളും നിഷ്ഠകളും പൊതുകൃപയെ ആസ്പദമാക്കിയുള്ളതാണെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ കൃപയെക്കുറിച്ച് ഒരു ബോധ്യമില്ലാതെ ഈ ലോകത്തിലെ അനുദിന ജീവിത സന്ധാരണത്തിന് വേണ്ടി ഉള്ള ഫെയ്ത്തിലേക്ക് ഇതെല്ലാം മാറിയതുകൊണ്ട് ശുശ്രൂഷകളും അതുതന്നെയാണ് ആൾക്കാർ ശ്രമിക്കുന്നത്. ഇപ്പം പ്രവാചകം എന്ന് പറഞ്ഞാലും പ്രവാചകം പറയുന്നതും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ്, ദൈവരാജ്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഇതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ ഇതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 തീത്തോസ് 2:14 പ്രകാരം പറയുന്നത് നിങ്ങൾക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്താണ് ഈ രക്ഷാകരമായ ദൈവകൃപ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14
എത്ര വായിക്കാം? 2:14. 2:14. നമുക്ക് വാക്യം വായിക്കാം. ഈ രക്ഷ എന്ന് പറയുന്ന എന്ത് രക്ഷയാണ്, അത് ആർക്കൊക്കെയാണ് ഉദിച്ചിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇത് ലോകത്തുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഈ വാക്യം ഉപയോഗിക്കാറുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. 2:11 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രതിഷ്ഠയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ നീതിബോധത്തോടെ ജീവിക്കേണ്ടതിന്, വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ദൈവകൃപ സകല മനുഷ്യർക്ക് ഉദിച്ച ദൈവകൃപ എന്തിനുള്ളതാണ്? ഇത് ഈ ജോൺ വെസ്ലിയുടെ മുൻപുള്ള ജേക്കബ് അർമീനിയസ്, അതിനുശേഷം ജോൺ വെസ്ലിയൊക്കെ ഇതിനെ പ്രിവിനിയൻ്റ് ഗ്രേസ് എന്നൊരു പേര് കൊടുത്തിട്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇങ്ങനൊരു ഫോർ റണ്ണിങ് ഗ്രേസ്, അതായത് സകല മനുഷ്യർക്കും വേണമെങ്കിൽ വിശ്വസിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന ഒരു കൃപ എന്നതിനെ വ്യാഖ്യാനിച്ചായിരുന്നു. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2:11 നമ്മൾ വായിക്കുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രതിഷ്ഠയ്ക്കായിട്ടും കാത്തുകൊണ്ട്, അപ്പോൾ ആ കാത്തിരിപ്പ്, അതുപോലെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നമ്മൾ ജീവിച്ചു പോരേണ്ടതിന് ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപയാണ്. അപ്പോൾ ഈ ദൈവകൃപ ആർക്കുള്ളതാണ്? അത് ആർക്കൊക്കെ ഉള്ളതാണ്? ഈ സകല മനുഷ്യരെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരൊക്കെയാണ് ഈ സകല മനുഷ്യരും? 2-ാം അധ്യായത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ വായിച്ചാൽ ഇങ്ങനെയാണ്: വൃദ്ധന്മാർ നിർമ്മതരും ഗൗരവമുള്ളവരായിരിക്കണം, വൃദ്ധന്മാരും അങ്ങനെ തന്നെ, നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷന് പറയാത്തവരും വീഞ്ഞടിമപ്പെടാത്തവരുമായിരിക്കണം, യൗവനക്കാരെങ്ങനെയായിരിക്കണം. ഇങ്ങനെ പല ആൾക്കാരെ പറഞ്ഞ് യജമാനന്മാരെങ്ങനെയായിരിക്കണം, ദാസന്മാരെങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 10-ാം വാക്യത്തിൽ പറയുകയാണ്: സകല വിധത്തിലും യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ കൽപ്പിക്കുക. അപ്പോൾ ചിലർ പറയും ഞങ്ങൾ യൗവനമല്ലേ, ചിലർ പറയും പ്രായമായില്ലേ, ചിലർ പറയും ഞങ്ങൾ ഒരു അടിമ വ്യവസ്ഥയിൽ ഇരിക്കുവാണല്ലോ, യജമാനാണല്ലോ. അതിനുത്തരം പറയുകയാണ്: എല്ലാവർക്കും, സകല മനുഷ്യർക്കും, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും, നിങ്ങൾ വൃദ്ധന്മാരായാലും നിങ്ങൾ യൗവനക്കാരായാലും നിങ്ങൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവനായാലും യജമാനായാലും രക്ഷാകരമായ ദൈവകൃപ എല്ലാവരെയും ശിക്ഷിച്ച് വളർത്തക്ക രീതിയിൽ സകല മനുഷ്യർക്ക് ഉദിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് എന്തിനുള്ള കൃപയാണ്? ആർക്കൊക്കെ ഉള്ളതാണ്? ഈ ഒരു യൗവനക്കാരൻ പറയാൻ വയ്യ, ഞാൻ പയ്യനല്ലേ, ഞാൻ കുറച്ചാൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നോട്ടെ എന്ന് പറയാൻ പാടില്ല. എനിക്ക് ഭർത്താവില്ലല്ലോ, എനിക്ക് ഇഷ്ടം പോലെ നടക്കാമല്ലോ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കുമുള്ള ദൈവകൃപ, ശിക്ഷിച്ച് വളർത്തുന്ന ദൈവകൃപ, ഈ പ്രപഞ്ചമോഹങ്ങളെ വർദ്ധിച്ചിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാനുള്ള ദൈവകൃപ, ലിംഗവ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ പ്രായവ്യത്യാസമില്ലാതെ പൊസിഷൻ വ്യത്യാസമില്ലാതെ സകലർക്കും എന്ന അർത്ഥത്തിലല്ലേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൈവകൃപ എന്ന് പറയുന്നത് നമ്മളെ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാനും പ്രപഞ്ചമോഹങ്ങളെ വർദ്ധിക്കാനും കാത്തിരിക്കാനും വേണ്ടി നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്ന ദൈവകൃപയാണ്. ഇതിനെയാണ് ഈ ജേക്കബ് അർമീനിയസ് പ്രിവിനിയൻ്റ് ഗ്രേസ് ആണ്, അത് രക്ഷയ്ക്ക് മുൻപുള്ള കൃപ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചത്. രക്ഷയ്ക്ക് മുമ്പുള്ള കൃപയല്ല ഇത് രക്ഷയ്ക്ക് ശേഷമുള്ള കൃപയാണ്. അപ്പോൾ ആ കൃപയെക്കുറിച്ച് ഈവൻ ജോൺ വെസ്ലിയും ഇതേ കാര്യം, ജോൺ വെസ്ലിയാണ് ഈ പ്രിവിനിയൻ്റ് ഗ്രേസ് എന്നുള്ള ആ ഒരു ആശയത്തെ പ്രസിദ്ധമാക്കിയത്, വളരെയധികം പ്രചരിപ്പിച്ചത്. പക്ഷേ ബൈബിളിൽ അതിനൊരു ഫൗണ്ടേഷൻ നമ്മൾ ഇത് വായിക്കുമ്പോൾ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് തിത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഈ രക്ഷാകരമായ ദൈവകൃപയെക്കുറിച്ച് പറയുമ്പം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സഭയിൽ കാണാം, ഈ കൃപ പല രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. പലവിധമായിട്ടുള്ള ഭൗതിക നേട്ടത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ രക്ഷാകരമായ ദൈവകൃപ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ നമ്മളൊന്ന് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമ്മൾ കണ്ടത് കർത്താവ് നമുക്ക് തരുന്ന രക്ഷയെ പൂർത്തിയാക്കുന്ന ദൈവകൃപ എന്നാണ്. അതായത് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് പ്രപഞ്ചമോഹങ്ങളെ വർദ്ധിച്ച് രക്ഷയ്ക്ക് ഉതകുന്ന ദൈവകൃപ, അത് വിശ്വാസികളെ എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ കോമൺ ഗ്രേസ് എന്ന് പറയുന്ന വേറൊരു ഗ്രേസ് ഉണ്ട്. അത് ഈ ലോകത്തിലെ നന്മകളാണ്. ഈ ലോകത്തിലെ നന്മകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നല്ല മക്കൾ, അവർക്ക് വിദ്യാഭ്യാസം, ജോലി, സമ്പത്ത്, ഇത് രക്ഷയുമായിട്ട് ബന്ധമില്ല. ഇപ്പം നിങ്ങൾ എത്ര പ്രാവശ്യം ലോകസൗഖ്യം പ്രാപിച്ചാലും രക്ഷയുമായിട്ട് ബന്ധമില്ല.
ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ ആശുപത്രിയിൽ പോകുന്നില്ല, പ്രാർത്ഥിച്ചാണ് വിശ്വാസത്താൽ എൻ്റെ രോഗസൗഖ്യമായത്. അതായത് ജീവിതകാലത്ത് ഒരു 500 രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമായാലും രക്ഷ ആയിട്ടത് ബന്ധമില്ല. ഈ ലോകത്ത് നശിച്ചു പോകുന്ന ശരീരമായിട്ടാണ് അതിന് ബന്ധം. നിത്യതയിൽ പോകുന്നതുമായിട്ട് ബന്ധമില്ല. അപ്പം നിത്യതയിൽ പോകുന്നതുമായിട്ട് ബന്ധമില്ലാത്ത കൃപകളെ, രക്ഷയുമായി ബന്ധമില്ലാത്ത കൃപകളെ നമ്മൾ സാമാന്യ കൃപകൾ എന്നാണ് വിളിക്കുന്നത്. ഈ സാമാന്യ കൃപകളുടെ വിതരണം നമുക്ക് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കാണാനേ സാധിക്കത്തില്ല. അത് ശരിക്കും സഭയുടെ പണിയല്ല. ഒരാൾ സാമാന്യ കൃപ അനുഭവിക്കാൻ വേണ്ടി വിശ്വാസിയാകേണ്ട കാര്യമില്ല. ബിസിനസ് രക്ഷപ്പെടാൻ വേണ്ടി വിശ്വാസിയാകേണ്ട കാര്യമില്ല. ഓക്കെ, രോഗം മാറാൻ വേണ്ടി വിശ്വാസിയാകേണ്ട കാര്യമില്ല. ഈ സാമാന്യ കൃപ അനുഭവിക്കാൻ ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ മതി. കാരണം പ്രാർത്ഥിക്കാത്തവർക്കും നിരീശ്വരവാദികൾക്കും എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവർക്കും വരെ കിട്ടുന്നതാണ് സാമാന്യ കൃപ. അവരും കുടുംബമായി സമാധാനമായി ജീവിക്കുന്നു, ആരോഗ്യത്തോടെ ജീവിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു, ജോലി വാങ്ങിക്കുന്നു, സമ്പത്ത് കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അതിന് ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചില്ല എങ്കിലും, ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് കിട്ടാവുന്ന, പരിശ്രമിച്ചാൽ കിട്ടാവുന്ന, അല്ലെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടാവുന്ന കൃപകളെയാണ് നമ്മൾ സാമാന്യ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പെടുന്നതാണ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സകല ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും കർത്താവ് മഴയെ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന പോലെ കാലാവസ്ഥ, നല്ല കാലാവസ്ഥ, ഇതെല്ലാം കോമൺ ഗ്രേസിൻ്റെ ഭാഗമാണ്. സൂര്യൻ ഉദിക്കുന്ന കോമൺ ഗ്രേസാണ്. അത് വിശ്വാസിക്ക് മാത്രമായിട്ട് ഉദിക്കുന്നില്ല. ഓക്കെ, രക്ഷയുമായിട്ട് അതിന് ബന്ധമില്ല. നിങ്ങൾ ഏത് അനുഗ്രഹത്തെക്കുറിച്ച് ഇപ്പോൾ പലപ്പോഴും നമ്മൾ സഭയിലൊക്കെ പലതരം സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. മിക്കതും രക്ഷയുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ ദൈവം കൊടുത്ത വിടുതലിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ സഭയിൽ നിന്നു പോകാനൊരു കാരണം, ഇന്ന് വളരെ നിന്നുപോയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിന്നു പോകാനൊരു ഒരു പ്രധാനപ്പെട്ട കാരണവും ഈ കൃപാവരങ്ങളുള്ളവരും അത് ഉപയോഗിക്കുന്നത് കല്ലുകളെ അപ്പമാക്കി മാറ്റുന്ന സാമാന്യ കൃപയ്ക്ക് വേണ്ടിയാണ്. ഉദരപൂരണം, ഓക്കെ, വീട് നിർമ്മാണം, അനുഗ്രഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യാൻ. ഇതിനാണ് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. കോമൺ ഗ്രേസ് ഭയങ്കര ആദായ മാർഗമാണ്. അതായത് നിങ്ങൾക്കൊരു 1000 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്ക് നിങ്ങൾ 100 രൂപ കൊടുക്കും. ഇത് രണ്ടുപേർക്കും ആദായമാണ്. ഓക്കെ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചോ, ലോട്ടറി അടിക്കുമ്പോൾ ഒരു 10 കോടി കിട്ടിയെന്ന് വിചാരിച്ചോ, അത് ഭയങ്കര ആദായമല്ലേ? കോമൺ ഗ്രേസ് ആദായമാണ്. അതിൽ 1 കോടി രൂപ ഇത് പ്രവചിച്ച ആൾക്ക് കൊടുത്താലോ അയാൾക്കും ആദായമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മിനിസ്ട്രി, ചർച്ച് ആദായമായിട്ട് പോകണമെങ്കിൽ ഈ കോമൺ ഗ്രേസുകൾ വിറ്റാലേ പറ്റുള്ളൂ. നമ്മൾ സ്പെഷ്യൽ ഗ്രേസ് കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ, സഭയിൽ രക്ഷാകരമായ ദൈവകൃപ കൊടുത്തു കഴിഞ്ഞാൽ സഭ ദരിദ്രമായി പോകും. അതായത് ഇപ്പോൾ ഒരാൾ 10 ഏക്കർ സ്ഥലമുള്ള ആൾ, അല്ലെങ്കിൽ 1,00,000 രൂപ ശമ്പളം മേടിക്കുന്ന ഒരാൾ ഈ സാമാന്യ കൃപയ്ക്ക് അപ്പുറത്ത് രക്ഷാകരമായ ദൈവകൃപ അനുഭവിക്കുമ്പോൾ പുള്ളിക്ക് തോന്നുന്നു ഇതിന് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ജോലി രാജിവെച്ച് കഴിഞ്ഞാൽ സഭയ്ക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ രക്ഷാകരമായ ദൈവകൃപ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ തൃപ്തരായി തുടങ്ങിയാൽ, ഓക്കെ, എനിക്കിത് മതി എന്ന് ആളുകൾ വിചാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ സഭയ്ക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. സഭയ്ക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എനിക്കിത് പോരാ എന്ന് പറഞ്ഞ് ഈ സാമാന്യ കൃപ കൂടുതൽ കൈപ്പറ്റണം. അത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവണം. അപ്പോൾ ചർച്ചിൻ്റെ മുഴുവൻ ബിസിനസ് ഇരിക്കുന്നത്, ചർച്ചിൻ്റെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും മുഴുവൻ ബിസിനസ് ഇരിക്കുന്നത് ഈ സാമാന്യ കൃപയുടെ വിതരണത്തിലാണ്. നിങ്ങൾ ഏത് പ്രസംഗം കേൾക്കുമ്പോഴും അവർ പ്രോമിസ് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ രക്ഷയുമായിട്ട് ബന്ധമുള്ളതല്ലെങ്കിൽ അതൊരു ബിസിനസ്സാണ്. രക്ഷയുമായിട്ട് ബന്ധമില്ലാത്ത കൃപകളാണ് നിങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ഒരു നല്ല ബിസിനസ്സുകാരനാണ്. ഇത് ബുദ്ധിയുള്ളവരെന്നല്ല, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് ലോകം മുഴുവൻ ഇങ്ങനൊരു ഫിലോസഫിയുടെ കീഴിലാണുള്ളത്. രക്ഷാകരമായ ദൈവകൃപയല്ല നിങ്ങളുടെ സഭയിലെ പ്രധാന പ്രസംഗ വിഷയമെങ്കിൽ ആ സഭ ഒരു ബിസിനസ് സംഘടനയാണ്, അത് കർത്താവിൻ്റെ സഭയല്ല. മിക്കവാറും അതങ്ങനെ ചെയ്യാനുള്ള കാരണം ഞാൻ വിചാരിക്കുന്നത്, ഈ രോഗി ഇച്ഛിച്ചതും പാല, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് പോലെ ഈ ജനങ്ങൾ മുഴുവൻ പലവിധമായിട്ടുള്ള സാമ്പത്തികം, രോഗം, കടം, അതുപോലെയുള്ള ഭൗതികമായ പല പ്രതിസന്ധികളാൽ തകർന്ന ഒരു സാഹചര്യത്തിലാണ് പല ജനങ്ങളും ആയിരിക്കുന്നത്. അപ്പം സത്യം അറിയാവുന്ന പല വ്യക്തികളും ഈ സത്യം പറയാതെ പലപ്പോഴും ഈ ഒരു ലൈനിൽ, അതായത് ഈ പറയുന്ന ഈ കോമൺ ഗ്രേസ് വിതരണം ചെയ്യുന്ന ഒരു ലൈനിലേക്ക് മാറുന്നു. അതുകൊണ്ട് സഭയ്ക്ക് ഒരു തലത്തിനപ്പുറത്ത് സഭയ്ക്ക് പോകാൻ കഴിയുന്നില്ല. അതായത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം സ്ഥിരമായി കേട്ട് മടുത്ത് കഴിയുമ്പം ആളുകൾ വല്ലാത്ത ഒരു
കൺഫ്യൂഷനിലായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സഭയിൽ എന്താണ് പ്രസംഗിക്കേണ്ടത്? അതായത് ഒരു പുതിയ നിയമസഭയിൽ എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, അതിനെന്തെങ്കിലും മാനദണ്ഡം ബൈബിൾ നമുക്ക് നൽകുന്നുണ്ടോ? ഓക്കെ, അതായത് ഈ ചോദ്യത്തിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, കോമൺ ഗ്രേസിനെ കുറിച്ച് തന്നെയുള്ള കൺസേൺസ് ആണ്. ഈ കോമൺ ഗ്രേസിനെ കുറിച്ചുള്ള കൺസേൺ ശരിക്കും റിയലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആദായ സൂത്രമാണെന്ന് മാത്രമല്ല, നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ അതിന് പരിഹാരം ജോലി കിട്ടുക എന്നുള്ളതാണ്. വിശക്കുവാണെങ്കിൽ പരിഹാരം ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. സമ്പത്തില്ലെങ്കിൽ അതിന് പരിഹാരം സമ്പത്ത് ലഭിക്കുക എന്നുള്ളതാണ്. അതാണ് കോമൺ ഗ്രേസ് നമ്മളോട് പറയുന്ന മറുപടി. എന്നാൽ കർത്താവിൻ്റെ കൃപ എന്താ നമ്മൾ പറയുന്നത്? ക്രൈസ്റ്റ് ഈസ് ഇനഫ്. ഏത് സാഹചര്യത്തിലും ക്രിസ്തു മതി. അപ്പം നമ്മൾക്ക് ആശ്വാസമില്ല ഇതിരിക്കുമ്പോൾ ക്രിസ്തു പോരാ. ഇവർ ക്രിസ്തുവും കൊണ്ട് ആശ്വാസം ഉണ്ടാകുന്നില്ല. അവർക്ക് ആ സാധനം കിട്ടിയാലേ ആശ്വാസം തോന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ബൈപ്പാസ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഈ കോമൺ ഗ്രേസിൻ്റെ വിനിമയം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഈ കോമൺ ഗ്രേസിന് വേണ്ടി ചോദിക്കരുത് എന്നുള്ളതിനേക്കാളും ബലം പിടിക്കരുത്, അതിനുവേണ്ടി യുദ്ധം ചെയ്യരുത്, വറി ചെയ്യരുത്. കാരണം എന്ത് തിന്നും എന്ത് കുടിക്കും. ഇതാണ് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ അതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മാമോനെ സേവിക്കുന്നവരായിട്ട് മാറും. പണം നിങ്ങൾക്ക് വലിയ വിഷയമാവും. ആ കർത്താവ് വളരെ കൃത്യമായിട്ടത് പറയുന്നത്. ഇങ്ങനെയാണ് ആ വാക്യം മത്തായിയുടെ 6 ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെ സേവിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നുകിൽ ദൈവത്തെ സേവിക്കും മാമോനെ തള്ളിക്കളെ, അല്ലെങ്കിൽ മാമോനെ സേവിക്കും ദൈവത്തെ തള്ളിക്കളെ. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മുടെ അടുത്ത വാക്യം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതുകൊണ്ട് രണ്ട് ദൈവന്മാരെ സേവിക്കാനുള്ള പരിപാടി നിങ്ങൾ തുടങ്ങും. അതുകൊണ്ട് പറയുകയാണ്, എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും ഭാരപ്പെടരുത്. ഭാരപ്പെട്ടാൽ സാമാന്യകൃപ ഇല്ലല്ലോ, മറ്റുള്ളവർക്ക് കിട്ടിയ സാമാന്യകൃപ എനിക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങൾ ഭാരപ്പെട്ടാൽ നിങ്ങൾ മാമോനെ സേവിക്കുന്നവരാകും. ദൈവത്തെ നിങ്ങളൊരു ടൂളായിട്ട് ഉപയോഗിക്കും. എന്തിനു വേണ്ടി? ഈ മാമോൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി. അതാണ് ഈ സാമാന്യകൃപകൾ സഭ വിതരണം ചെയ്താലുള്ള അപകടം. പിന്നെ നമ്മൾ കാണുന്ന അപകടം എന്ന് പറയുന്നത് ഈ സാമാന്യകൃപകളുടെ വിതരണത്തിലേക്ക് സഭ തിരിഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഏത് പ്രസംഗം എടുത്താലും ഒറ്റ വിഷയമാണ്. ഇന്ന് പെന്തക്കോസ്ത് ചർച്ചകളിൽ എവിടെ പെന്തക്കോസ്റ്റല്ല മിക്കവാറും എല്ലാ ചർച്ചകളിലും ഈ ആളുകൾ പലതരം വിഷമം കൊണ്ട് വന്ന് അവർക്ക് ക്രിസ്തുവിനെ കൊണ്ടൊരാശ്വാസം അവർക്ക് ലഭിക്കുമെന്ന് ഈ സഭയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നവർക്ക് തോന്നുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അവരെന്ത് പറയുന്നു? കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി അതിജീവിക്കാൻ ബ്രദർ എന്ന് പറയുന്നതിന് പകരം ഇവർ ആ പ്രതിസന്ധിക്ക് മറുപടി ആയി സാമാന്യ അനുഗ്രഹങ്ങളെ തന്നെ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ സാമാന്യ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും അവരതിനു വേണ്ടി പ്രസംഗിക്കുകയും എത്ര പ്രസംഗം കഴിഞ്ഞാലും ഒരു 10-20 വർഷം കഴിഞ്ഞാലും ഈ കിട്ടും നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം ഇത് മാത്രമായി വിഷയം മാറി. നമ്മുടെ സബ്ജക്റ്റ് അത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷം കേരളത്തിലുള്ള ഒരു പെന്തക്കോസ്ത് ചർച്ചിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയായിരുന്നു. അപ്പോൾ ഇവരെന്തൊക്കെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവരുടെ യൂട്യൂബ് ചാനൽ ഒരു 21 ദിവസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് ഈ മെസ്സേജ് കൃത്യമായിട്ട് യൂട്യൂബിൽ വരും. അപ്പോൾ ആദ്യത്തെ ദിവസം മെസ്സേജ് ഇങ്ങനെയാണ്, ഇന്ന് വിടുതലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കി, ഇന്ന് എല്ലാവർക്കും വിടുതലാണ്, എല്ലാവരും കൈയടിച്ച് വിടുതൽ വാങ്ങിച്ചു. പിറ്റേ ദിവസം വന്നപ്പം വേറൊരു പാസ്റ്റർ അതുപോലെ തന്നെ വന്ന് പറഞ്ഞു, ഇന്നാണ് വിടുതൽ. അപ്പോൾ ഇന്നലെ വിടുതൽ കിട്ടിയോ? 21 ദിവസവും അത് തന്നെയാണ് അവർ പറയുന്നത്, ഇന്ന് വിടുതലിൻ്റെ ദിവസമാണ്. ഇതൊരിക്കലും നടക്കുന്നില്ല. ഇന്ന് പ്രസംഗ വിഷയം ഇതൊരെണ്ണം മാത്രമായിട്ട് മാറിയിരിക്കുക. അതായത് ഈ ഒരു വിഷയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്നാൽ എന്താണ് ശരിക്കും സംസാരിക്കേണ്ടത്? എന്താണ് ഒരു സഭയുടെ വിഷയം? ഒരു സഭ വിഷയം ഏത് വിഷയത്തെക്കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്? അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 38-ാം വാക്യം മുതൽ ഒരു വിശ്വാസി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതായത് മാനസാന്തരത്തിലേക്ക് വരുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഔട്ട്ലൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ അതിങ്ങനെയാണ്. ഞാൻ വായിക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എന്നിട്ട് 42-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങളെല്ലാം സ്നാനപ്പെടുന്നു, മാനസാന്തരപ്പെടുന്നു, അതൊക്കെ ഒരു സഭ രൂപപ്പെടുമ്പോഴാണ്. അപ്പോൾ നിങ്ങളൊരു സഭയിലോട്ട് ചെന്ന് ചേരുമ്പോഴാണ്
ഈ മാനസാന്തരപ്പെടുന്നതും സ്നാനപ്പെടുന്നതൊക്കെ. എന്നാൽ അവിടെ ചെന്ന ശേഷം എന്താണ് ചെയ്യേണ്ടത്? അതാണ് 42-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഒരു സഭയ്ക്കകത്ത് നടക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളതാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെ കിട്ടും? അപ്പോൾ ആൾക്കാർ പലപ്പോഴും ചിന്തിക്കുന്ന ഞങ്ങളെ രക്ഷയിലോട്ട് കൊണ്ടുവന്ന പാസ്റ്ററുടെ ഉപദേശം കേൾക്കാവുന്നതാണ്. പക്ഷേ പാസ്റ്റർ ഇന്ന് സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിച്ചാൽ നാളെ യെശയ്യാവിൽ നിന്ന് പ്രസംഗിക്കും, നാളെ കഴിഞ്ഞ് യോഹന്നാൻ്റെ സുവിശേഷമായിരിക്കും, ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ ശരിക്കും അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന് ശേഷം ബൈബിൾ നോക്കുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കാണാം. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള, അതിനുശേഷം വെളിപ്പാട് പുസ്തകം. ഇതാണ് അപ്പോസ്തലന്മാർ സഭയ്ക്ക് കൊടുത്ത ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങളാണ് എല്ലാ സഭകളും അത്യാവശ്യമായിട്ടും അടിസ്ഥാനമായിട്ടും പഠിക്കേണ്ടത്. ഈ അപ്പോസ്തലിക ഉപദേശങ്ങൾ പഠിക്കുന്നില്ല, ഒരു സഭയിൽ പഠിക്കുന്നില്ലെങ്കിൽ ആ സഭ ഒരു ക്രിസ്തീയ സഭയല്ല. ക്രിസ്തു തലയായ സഭ എപ്പോഴും അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ പണിയപ്പെടുകയുള്ളൂ. ഒരു അപ്പോസ്തലിക് ഫൗണ്ടേഷൻ ഇല്ലാത്ത സഭ, അതായത് റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള അപ്പോസ്തലിക ലേഖനങ്ങളിൽ അടിസ്ഥാനമില്ലാത്തൊരു സഭയെ സംബന്ധിച്ച് അതൊരു ക്രിസ്തീയ സഭയല്ല. ഓക്കെ, അപ്പോൾ ഒരു ക്രിസ്തീയ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ എങ്ങനെ അനുസരണത്തിലേക്ക് വരണം, വിശ്വാസത്തിന് എങ്ങനെ അനുസരണം വരണമെന്ന് അപ്പോസ്തലന്മാരെ പരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ പഠിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ അതാണ് നമ്മൾ സഭയിൽ സംസാരിക്കേണ്ട വിഷയം. ലേഖനങ്ങളിൽ നിന്ന് വേണം ഒരു സഭയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാകുവാൻ. ഈ ചോദ്യങ്ങൾക്ക് ശേഷം നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇനി പുതിയ ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. കർത്താവിൻ്റെ രക്ഷ എങ്ങനെയാണ് നമ്മൾ വിശ്വാസത്തോടെ കയ്യേൽക്കേണ്ടതെന്നും വാഗ്ദത്തത്തിനായി കാത്തിരിക്കേണ്ടതെന്നും അതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കേണ്ടതെന്നുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. ദൈവത്തിന് സ്തോത്രം. ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? ക്രൂശിലെ ദിവ്യസ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും? വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും, വർണ്ണിക്കും ആ ദിവ്യ സ്നേഹത്തെ ആയുസ്സിൻ ദിനമൊക്കെയും. ക്രൂശിലെ ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ ഞാൻ മൗനമായിടും? എന്നാഥൻ എനിക്കായി സഹിച്ചതാ കഷ്ടതകളെങ്ങനെ മറന്നിടും?